നമസ്കാരം കൂട്ടുകാരെ, സിൽവർ സ്റ്റാർ സ്റ്റാലിന്റെ റോക്കി എന്ന ഫിലിം സീരീസ് ഒരുവിധം നിങ്ങളിൽ പലരും കണ്ടിരിക്കും. അതിന്റെ തുടർച്ചയെന്നോണം മറ്റൊരു ചലച്ചിത്രമായി തന്നെ ഇറങ്ങിയ പുതിയൊരു ഫിലിം സീരീസാണ് ക്രീഡ് എന്നത്. 2015 ക്രീഡ് ഫസ്റ്റ് പുറത്തിറങ്ങുന്നത്. രസകരമായ ആ ചലച്ചിത്രത്തിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. വിശദമായ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സിനിമാ കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് പോകാം. വർഷം 1998 ലോസ് ആഞ്ചലസിലെ ഒരു ദുർഗുണ പരിഹാര പാഠശാല. അന്നവിടുത്തെ അന്തേവാസികളായ കുട്ടികളുടെ ഇടയിൽ വലിയൊരു ഫൈറ്റ് തന്നെ നടക്കുകയാണ്. ഡോണി ജോൺസൺ എന്ന പയ്യനും മറ്റൊരു പയ്യനും തമ്മിലായിരുന്നു ആ പ്രശ്നം ആരംഭിച്ചത്. ഫൈറ്റ് കനത്തു നിൽക്കുന്നു. കാര്യമെന്തെന്നാൽ ഡോണി ജോൺസന്റെ അമ്മയെ അവൻ ഇടിക്കുന്ന ആ പയ്യൻ എന്തോ വിളിച്ച് കളിയാക്കിയിരുന്നു. ഡോണിയുടെ അമ്മ മരണപ്പെട്ടു പോയതാണ്. അതുകൊണ്ട് ദേഷ്യം വന്നിട്ടായിരുന്നു അവൻ ആ പയ്യനെ അടിച്ചത്. എന്തായാലും വാർഡന്മാർ വന്ന് രണ്ടുപേരെയും പിടിച്ചു മാറ്റുകയാണ്. ഡോണിയെ അവർ ഒരു സെല്ലിലേക്ക് മാറ്റുന്നു. കുറച്ചു കഴിഞ്ഞ് ഡോണിയെ കാണാൻ ഒരു വിസിറ്റർ എത്തുകയാണ്. മേരിയാൻ ക്രീഡ് എന്നായിരുന്നു അവരുടെ പേര്. ഡോണി പക്ഷേ അവർക്ക് വലിയ മൈൻഡൊന്നും കൊടുക്കുന്നില്ല. ഇടക്കൊക്കെ കാണാൻ വരുന്ന ഏതോ ഒരു സോഷ്യൽ വർക്കർ ആയിരിക്കും അത് എന്നായിരുന്നു അവൻ ചിന്തിച്ചിരുന്നതും. അതുകൊണ്ട് തന്നെ കാര്യമായി സംസാരിക്കാനും അവൻ തയ്യാറാകുന്നില്ല. പക്ഷെ അവനെ ഞെട്ടിച്ചുകൊണ്ട് മേരിയാൻ ക്രീഡ് ഒരു കാര്യം പറയുകയാണ്. ഡോണിയുടെ അച്ഛൻ ആരാണെന്ന കാര്യം. ഡോണി തന്റെ ഭർത്താവിന്റെ മകനാണ് എന്ന സത്യമായിരുന്നു അവർ വെളിപ്പെടുത്തിയത്. കൃത്യമായി പറഞ്ഞാൽ മരണപ്പെട്ടുപോയ ലെജൻഡറി ബോക്സിംഗ് ചാമ്പ്യനായിരുന്ന അപ്പോളോ ക്രീഡിന്റെ മകൻ. അദ്ദേഹത്തിന് മറ്റൊരു ബന്ധത്തിലുണ്ടായ മകനായിരുന്നു ഡോണി. ഡോണി അവിടെ അങ്ങനെ കഴിയേണ്ടവനല്ലെന്നും തന്റെ കൂടെ വന്ന് നിൽക്കുമോ എന്നും മേരിയാൻ ചോദിക്കുകയാണ്. അമ്മ മരണപ്പെട്ടതോടെ അനാഥനായ ഡോണിക്കും അതിൽ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നുമില്ലെങ്കിലും തന്റെ സ്റ്റെപ്പ് മദർ ആണല്ലോ അവർ. ഡോണി എങ്ങനെ മേരിയാൻ ക്രീഡിന്റെ മകനായി അവർക്കൊപ്പം ജീവിക്കാൻ തുടങ്ങുന്നു. വർഷം 2015 ഡോണി എന്ന് ടിച്ചുവാനയിൽ വന്നിരിക്കുകയായിരുന്നു. അവിടെ ഒരു അണ്ടർഗ്രൗണ്ട് ഫൈറ്റിംഗിൽ അവൻ പങ്കെടുക്കുകയാണ്. നല്ലൊരു ഫൈറ്റ് തന്നെ നടന്നു. എളുപ്പത്തിൽ തന്റെ എതിരാളിയെ പരാജയപ്പെടുത്തി ഡോണി അതിൽ വിജയിക്കുന്നു. ശേഷം വിജയിച്ച പണവും നേടി ഡോണി വേഗത്തിൽ ലോസ് ആഞ്ചലസിലേക്ക് തിരികെ വരികയാണ്. അവൻ ഫൈറ്റിങ്ങിന് പോകുന്ന കാര്യമൊന്നും അവന്റെ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. പതിവ് പോലെ ഡോണി തന്റെ ഓഫീസ് വർക്കിനെത്തി. പക്ഷെ അവന് അതിലൊരു തൃപ്തി കണ്ടെത്താൻ പറ്റുന്നില്ല. ഒരുപാട് ആലോചനയ്ക്കൊടുവിൽ ഡോണി എന്നൊരു തീരുമാനമെടുക്കുകയാണ്. തന്റെ ഓഫീസ് ജോലി അവസാനിപ്പിക്കാനായിരുന്നു ആ തീരുമാനം. മാനേജറെ കണ്ട് ഡോണി കാര്യങ്ങൾ വിശദീകരിച്ചു. തന്റെ റിസൈനിങ് ലെറ്ററും കൈമാറി. വീട്ടിൽ ആവശ്യത്തിന് സമ്പത്തൊക്കെ ഉണ്ടെങ്കിലും തനിക്കു വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് ഡോണിക്ക് എപ്പോഴും തോന്നിയിരുന്നു. ഒരു ബോക്സിംഗ് ചാമ്പ്യൻ ആകണം, അച്ഛനെപ്പോലെ പേരെടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഡോണി അങ്ങനെ അടുത്ത ദിവസം അവന്റെ തന്നെ ബന്ധുവായ അവന്റെ അച്ഛന്റെ പേരിൽ നടത്തപ്പെടുന്ന അങ്കിളിന്റെ ജിമ്മിലേക്ക് അവൻ ചെല്ലുകയാണ്. അവന്റെ അച്ഛൻ അപ്പോളോ ക്രീഡും ട്രെയിൻ ചെയ്തിരുന്നത് അതേ ബോക്സിംഗ് ജിമ്മിലായിരുന്നു. അങ്കിളിനെ കണ്ട് ബോക്സിംഗിലുള്ള തന്റെ താല്പര്യവും മറ്റും ഡോണി പങ്കുവെക്കുകയും തന്നെ ട്രെയിൻ ചെയ്യണം എന്നാവശ്യപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ അങ്കിൾ ഡോണി അതിന് സമ്മതിക്കുന്നില്ല. നിന്റെ അച്ഛന്റെ ഗതി നിനക്കും വരാനാണോ നീ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്കിൾ അവനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. ഡോണിയുടെ അച്ഛൻ അപ്പോളോ ക്രീഡ് പണ്ടൊരു മത്സരത്തിൽ റിങ്ങിൽ വെച്ച് കൊല്ലപ്പെടുകയായിരുന്നു. അവനെ ആ ജിമ്മിൽ നിന്നും മാത്രമല്ല അവിടെയുള്ള മറ്റൊരു ജിമ്മിലും പരിശീലിപ്പിക്കുവാനോ പരിശീലനത്തിനെടുക്കുവാനോ താൻ സമ്മതിക്കില്ലെന്നും അങ്കിൾ പറയുകയാണ്. പക്ഷെ ഡോണി അതിൽ നിന്ന് പിന്മാറാൻ ഒരുക്കമായിരുന്നില്ല. അവന് ഫൈറ്റ് ചെയ്തേ പറ്റൂ. അതോടെ തന്റെ ഫോർഡ് മസ്താങ് കാർ ഒരു വെല്ലുവിളിയായി മുമ്പിലേക്ക് വെച്ചുകൊണ്ട് തന്റെ കഴിവ് തെളിയിക്കുവാൻ അവിടുത്തെ മികച്ച ഫൈറ്റേഴ്സിനെ ഡോണി വെല്ലുവിളിക്കുന്നു. കെവിൻ ഗ്രേയർ എന്നു പേരുള്ള ദ ബാങ്ക് എന്ന് വിളിക്കപ്പെടുന്ന നോക്കൌട്ട് മാച്ചിലൂടെ 10 വിജയം നേടിയിട്ടുള്ള മികച്ച ഒരു ബോക്സർ ആ വെല്ലുവിളി സ്വീകരിക്കുകയാണ്. വൈകാതെ ഡോണിയും കെവിനും തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നു. തന്റെ മികച്ച കഴിവുകൊണ്ട് ആദ്യത്തെ റൗണ്ടിൽ തന്നെ കെവിനെ പരാജയപ്പെടുത്താൻ ഡോണിക്ക് സാധിക്കുവാണ്. ആ വിജയത്തോടെ കൂടുതൽ കോൺഫിഡന്റ് ആയ ഡോണിയാകട്ടെ അവിടെയുള്ള മറ്റുള്ളവരെയും അതോടെ വെല്ലുവിളിക്കുന്നു. ആ ബോക്സിംഗ് ജിമ്മിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ബോക്സർ ആയിട്ടുള്ള ഡാനി വീലർ തന്നെ വെല്ലുവിളി ഏറ്റെടുത്ത് മുമ്പിലേക്ക് വരികയാണ്. ചെണ്ടുമാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രൊഫഷണൽ ബോക്സറാണ് ഡാനി വീലർ. ഒറ്റത്തവണ പോലും പരാജയപ്പെടാതെ 31 മാച്ചുകളിൽ സ്റ്റണ്ട്മാൻ വിജയിച്ചിട്ടുണ്ട്. അതിൽ 18 നോക്കൌട്ടായിരുന്നു. വൈകാതെ ഇരുവരും ഏറ്റുമുട്ടുകയാണ്. ഡോണി വിചാരിച്ച പോലെ ആയിരുന്നില്ല. അതൽപ്പം കട്ടിയേറിയ ഫൈറ്റ് തന്നെയായിരുന്നു. സ്റ്റണ്ട്മാനെതിരെ പിടിച്ചു നിൽക്കുവാൻ ഡോണിക്ക് അങ്ങനെ സാധിക്കുന്നില്ല. ഡോണി പരാജയപ്പെട്ട് താഴെ വീഴുന്നു. ഡോണി പിന്നാലെ വീട്ടിലേക്ക് തിരികെ വരികയാണ്. അമ്മ മേരിയാൻ ഡോണിയെ
കാണുന്നുണ്ട്. ഫൈറ്റ് കൊണ്ട് ഡോണിയുടെ മുഖം കണ്ടതും അവർക്ക് സഹിക്കുന്നില്ല. നീയും നിന്റെ അച്ഛൻ അപ്പോളോയെ പോലെ ഫൈറ്റ് ചെയ്ത് ജീവിതം നശിപ്പിക്കാനാണോ നോക്കുന്നത് എന്നൊക്കെ മേരിയാൻ അവനോട് ചോദിക്കുന്നു. ഡോണി ഫൈറ്റിന് പോകുന്നതൊന്നും മേരിയാന് തീരെ ഇഷ്ടമായിരുന്നില്ല. അവർ അതിനെ കണിശമായും വിമർശിക്കുകയാണ്. അവൻ ഇനിയും ബോക്സിംഗും മറ്റും തുടർന്നാൽ തനിക്ക് അവനെ കാണേണ്ടത് പോലുമില്ല എന്നുവരെ ദേഷ്യത്തിൽ അവർ പറയുന്നു. ബോക്സിംഗ് വിട്ടുകൊടുക്കാൻ തീരെ താല്പര്യമില്ലാതിരുന്ന ഡോണി പുതിയൊരു മാറ്റത്തിനും തുടക്കത്തിനും വേണ്ടി ഫിലാഡൽഫിയയിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് ടാബിൽ ഒരു വീഡിയോ കാണുമ്പോൾ പ്രിറ്റി റിക്കി കോൺലോൺ എന്ന ഒരു മികച്ച ഫൈറ്ററെ പറ്റിയുള്ള വിവരങ്ങൾ ഡോണി അറിയുന്നു. ചില കേസുകളിൽപ്പെട്ട് ഹെവി വെയ്റ്റ് ചാമ്പ്യനായിട്ടുള്ള കോൺലോൺ വൈകാതെ ജയിലിലേക്ക് പോകും. അവന്റെ കരിയർ അതോടെ അവസാനിക്കാനും പോവുകയാണ്. അതുകൊണ്ട് തന്നെ കോൺലോന്റെ അവസാന മാച്ച് അത്രമേൽ ജനശ്രദ്ധ പിടിച്ചു നേടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. ടെൻഡ്മാൻ എന്നറിയപ്പെടുന്ന വീലറുമായി കോൺലോണിന്റെ ഒരു ഫൈറ്റ് ഏർപ്പാടാക്കപ്പെട്ടിരുന്നു. അവസാന ഫൈറ്റ് എന്ന രീതിയിൽ അത് വലിയ പേരെടുക്കുകയും ചെയ്തു. പക്ഷേ ഫൈറ്റിന് മുമ്പുള്ള പ്രസ് മീറ്റിൽ വെച്ച് ഇരുവരും ക്ഷുഭിതരാവുകയും വാക്കുതർക്കത്തിലൂടെ പ്രസ് മീറ്റിൽ വെച്ച് ഫൈറ്റ് നടക്കുകയും ചെയ്തു. കോൺലോൺ സ്റ്റെൻഡ്മാന്റെ ജോ ഇടിച്ച് തിരിച്ചു. അതിന്റെ പേരിൽ സ്റ്റെൻഡ്മാൻ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുക പോലുമാണ്. ഫൈറ്റ് അങ്ങനെ ക്യാൻസൽ ആവുകയും ചെയ്തു. കോൺലോന്റെ അവസാന ഫൈറ്റ് അങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. വീഡിയോയിൽ നിന്നും ഡോണി കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. രാത്രിയിൽ തന്റെ അപ്പാർട്ട്മെന്റിൽ ഡോണി ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ വലിയ ശബ്ദത്തിൽ പുറത്തുനിന്നും പാട്ട് കേൾക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഡോണി സഹിക്കാൻ നോക്കിയെങ്കിലും ഒരു രക്ഷയുമില്ലെന്ന് കണ്ടതും ഡോണി എഴുന്നേറ്റ് പാട്ട് വെച്ചിരിക്കുന്ന അടുത്ത അപ്പാർട്ട്മെന്റിന്റെ ഡോറിൽ പോയി തട്ടുകയാണ്. ബിയാൻക എന്നൊരു പെൺകുട്ടിയുടെ മുറിയായിരുന്നു അത്. സിംഗറും സോങ് റൈറ്ററും ഒക്കെ ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണവർ. താൻ സൗണ്ട് കുറച്ചു വെച്ചോളാം എന്ന് പറഞ്ഞ് ഡോണിയെ ബിയാൻക യാത്രയാക്കുന്നു. പക്ഷെ അവർ സൗണ്ട് കുറച്ചതേയില്ല. പിന്നീട് ഡോണി അവിടെയുള്ള എട്രിയാൻസ് എന്ന റെസ്റ്റോറന്റിലേക്ക് പോവുകയാണ്. തന്റെ ഭാര്യ എട്രിയാന്റെ പേരിലുള്ള ആ റെസ്റ്റോറന്റ് അവരുടെ മരണശേഷം നോക്കി നടത്തിയിരുന്നത് റോക്കി എന്ന ലെജൻഡറി ഫൈറ്റർ ആയിരുന്നു. അവിടെ ഭിത്തിയിൽ റോക്കിയും അപ്പോളോയും തമ്മിലുള്ള ഫൈറ്റിംഗ് മാച്ചിന്റെ ഒരു ചിത്രം പോലും ഉണ്ടായിരുന്നു. റോക്കിയും ഡോണിയും അന്ന് ആദ്യമായി അവിടെ വെച്ച് കണ്ടുമുട്ടുകയാണ്. തന്നെ ബോക്സിംഗ് ട്രെയിൻ ചെയ്യിപ്പിക്കാമോ എന്ന് ഡോണി റോക്കിയോട് ചോദിക്കുന്നു. പക്ഷെ താൻ ഫൈറ്റിങ്ങും ബോക്സിംഗും ഒക്കെ വിട്ടതാണ് എന്നായിരുന്നു റോക്കിയുടെ മറുപടി. പിന്നാലെ പണ്ടത്തെ ഒരു രഹസ്യം തനിക്ക് അറിയാനുണ്ടെന്ന് പറഞ്ഞ് ഡോണി റോക്കിയോട് അത് ചോദിക്കുവാണ്. മുമ്പ് റോക്കിയും അവന്റെ അച്ഛനായ അപ്പോളോ ക്രീഡും തമ്മിൽ അടച്ചിട്ട വാതിലിന് പിന്നിൽ വെച്ച് ഒരു ഫൈറ്റ് നടന്നിരുന്നു. അതിലാരാ വിജയിച്ചത് എന്നായിരുന്നു അവന്റെ ചോദ്യം. തീർച്ചയായിട്ടും അപ്പോളോ ക്രീഡാണ് എന്ന് റോക്കി മറുപടി പറഞ്ഞു. തന്റെ മെന്റൽ ട്രോമയും ഫൈറ്റിങ്ങിന്റെ പഴയ ഓർമ്മകളും പ്രശ്നങ്ങളും ഒക്കെയുള്ളതും അത്രമേൽ പ്രായമായതുകൊണ്ടുമാണ് താനിനി ബോക്സിംഗിലേക്കില്ലാത്തത് എന്നും റോക്കി വ്യക്തമാക്കുന്നുണ്ട്. അടുത്ത ദിവസം ഡോണി മൈറ്റി മിക്സ് ബോക്സിംഗ് എന്ന അടുത്തുള്ള ജിമ്മിലേക്ക് പോകുന്നു. ആ ബോക്സിംഗ് ജിമ്മിലായിരുന്നു പണ്ട് റോക്കി അടക്കം പരിശീലിച്ചു കൊണ്ടിരുന്നത്. തന്റെ അച്ഛനാരെന്ന് വെളിപ്പെടുത്താതെയായിരുന്നു ഡോണി ആ ജിമ്മിൽ ജോയിൻ ചെയ്യുന്നത്. എല്ലയിൽ നിന്നാണ് അവനെന്ന് അറിഞ്ഞതും ഹോളിവുഡ് എന്ന ഒരു ഇരട്ടപ്പേര് ഡോണിക്ക് വീഴുന്നുമുണ്ട്. അവിടെ ചേർന്നെങ്കിലും ഫൈറ്റിംഗ് ടെക്നിക്കുകളും സഹായവും തേടി ഡോണി വീണ്ടും റോക്കിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ ബിയാൻകയുമായും ഡോണി അടുപ്പത്തിലാകുന്നുണ്ട്. ഒരു നൈറ്റ് ക്ലബിൽ വെച്ച് അവളുടെ പെർഫോമൻസ് കേട്ടതിന് ശേഷമായിരുന്നു അവൻ അവളോട് അത്രമേൽ താല്പര്യം തോന്നിയത്. അവരൊന്നിച്ച് പുറത്തു പോവുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തു. അവിടെ വെച്ച് സംസാരിക്കുമ്പോഴാണ് ഡോണി ആ സത്യം തിരിച്ചറിയുന്നത്. തുടർച്ചയായി ബിയാൻകയുടെ കേൾവിശക്തി കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. കുറച്ച് നാളുകൾക്കപ്പുറം അവളുടെ കേൾവിശക്തി പൂർണ്ണമായും നഷ്ടപ്പെടും. എന്നിരുന്നാലും ചീർഫുള്ളായി തന്നെ വരാനിരിക്കുന്ന ആ ദുർവിധിയെ അവൾ ചിരിയോടെ നേരിടുന്നു. ഒരു ദിവസം റോക്കി സെമിത്തേരിയിൽ പോയി തന്റെ ഭാര്യയുടെയും സുഹൃത്തിന്റെയും കല്ലറകൾക്ക് മുമ്പിലിരുന്നു. അന്ന് സുഹൃത്ത് പോളിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അവിടെ പൂവെച്ച് മടങ്ങാൻ നേരം മനസ്സിലെ കൂടി വന്ന പല കാര്യങ്ങളും റോക്കി ചിന്തിച്ചിരുന്നു. സഹായം ചോദിച്ചു വന്ന ഡോണിയെ അങ്ങനെ ഒഴിവാക്കുവാൻ റോക്കിക്കെന്ന് തോന്നുന്നില്ല. ഡോണിയുടെ ട്രെയിനർ ആകുവാൻ റോക്കി ആ നിമിഷം തീരുമാനിക്കുവാണ്. റോക്കി അങ്ങനെ തന്റെ പഴയ ജിമ്മിലേക്ക് എത്തുന്നു. വന്നപാടെ ഏവരും റോക്കിയെ വരവേൽക്കുന്നുണ്ട്. ജിം ഓണറായ പീറ്റ് വരെ കടന്നുവന്ന് റോക്കിയെ വെൽക്കം ചെയ്യുകയും തന്റെ മകൻ ലിയോയെ പരിചയപ്പെടുത്തുകയും ചെയ്തു. അമേരിക്കൻ ഒളിമ്പിക് ചാമ്പ്യനും 12 വിജയങ്ങൾ നോക്കൌട്ടിലൂടെ നേടിയതുമായ തന്റെ മകൻ ലിയോയെ ട്രെയിൻ ചെയ്യുവാൻ റോക്കിയോട് പീറ്റ് ആവശ്യപ്പെടുകയാണ്. പക്ഷേ താൻ വന്നത് തന്റെ സുഹൃത്തിന്റെ മകൻ ഡോണിക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയാണ് എന്നായിരുന്നു റോക്കിയുടെ മറുപടി. വൈകാതെ റോക്കിയുടെ നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലും ഡോണിയുടെ ട്രെയിനിങ് ആരംഭിക്കുകയാണ്. ചെറിയ രീതിയിൽ തുടങ്ങി മികച്ച രീതിയിലേക്ക് ട്രെയിനിങ് ഇംപ്രൂവ് ആയി വന്നുകൊണ്ടേയിരുന്നു. അവരുടെ ബന്ധവും അത്രമേൽ ക്ലോസ് ആകുന്നുമുണ്ടായിരുന്നു. ട്രെയിനിങ്ങിനിടയിലൊക്കെ ഡോണി ബിയാൻകയെ കാണാൻ പോകും. അവരുടെ റിലേഷൻഷിപ്പും സ്ട്രോങ് ആയി വന്നു. ഡോണിയുടെ ബോക്സിംഗ് സ്കിൽ റോക്കി
റോക്കിയുടെ ട്രെയിനിങ്ങിന് ശേഷം ഇംപ്രൂവ് ആവുന്ന കണ്ടതും ബോക്സിംഗ് ജിം ഓണറായ പീറ്റ് ഡോണിയോട് ബോക്സിംഗ് മത്സരത്തിന് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. പക്ഷേ റോക്കി അതിന് സമ്മതിച്ചതേയില്ല. പക്ഷേ ഡോണിക്കാകട്ടെ മത്സരം തുടങ്ങണം എന്നുണ്ടായിരുന്നു. ഡോണി റോക്കിയോട് ഒരുപാട് തവണ പറഞ്ഞതിനു ശേഷം റോക്കിയുടെ മനസ്സലിഞ്ഞു. ബോക്സിംഗ് കോമ്പറ്റീഷന് രജിസ്റ്റർ ചെയ്യുവാൻ ഒടുവിൽ റോക്കി സമ്മതിക്കുകയാണ്. പക്ഷേ മാച്ചിന് മുമ്പ് സീരിയസ് ആയി കുറച്ചുകൂടെ ട്രെയിനിങ്ങിൽ ഏർപ്പെടണം. റോക്കിയോട് കൂടുതൽ ഇന്റൻസീവായ ട്രെയിനിങ് ക്ലാസുകൾ ഡോണി ചോദിച്ചു വാങ്ങുന്നു. പിന്നീട് റോക്കിയുടെ അടുത്തു നിന്നും വളരെയധികം തീവ്രമായ ഒരു ട്രെയിനിങ് തന്നെ ഡോണി അറ്റൻഡ് ചെയ്യുകയാണ്. ശേഷം റോക്കി ഡോണിയെ ഫ്രണ്ട് സ്ട്രീറ്റ് ജിം എന്ന പേരിലുള്ള തന്റെ പരിചയക്കാരന്റെ ഒരു ജിമ്മിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് തന്റെ കൊളീഗ് കൂടിയായിട്ടുള്ള കൂട്ടുകാരനെ പരിചയപ്പെടുത്തി അവിടെ നിന്നും കഠിനമായ ട്രെയിനിങ് അവരുടെ കൂടി സഹായത്തോടെ റോക്കി ഡോണിക്ക് കൊടുക്കുന്നു. അങ്ങനെ ഡോണിയുടെ ജീവിതത്തിലെ പ്രൊഫഷണൽ ബോക്സിംഗ് കരിയർ ആരംഭിക്കാൻ പോവുകയായിരുന്നു. ആദ്യ മത്സരത്തിൽ ഡോണി എതിരിടുന്നത് ബോക്സിംഗ് ജിം ഓണറായ പീറ്റിന്റെ മകൻ ലിയോയെയായിരുന്നു. മാച്ച് ആരംഭിക്കുന്നതിന് മുമ്പ് പീറ്റ് റോക്കിയുടെ അടുത്തെത്തി. ഡോണി അപ്പോളോ ക്രീഡിന്റെ മകനാണല്ലേ എന്നവൻ മനസ്സിലാക്കിയ കാര്യം റോക്കിയോട് ചോദിച്ചു. അതുപയോഗിച്ച് പ്രസ്സിലും മറ്റും കൊടുത്ത് വലിയ വാർത്താ പ്രാധാന്യം ഫൈറ്റിന് നേടാമെന്നും മറ്റും പീറ്റ് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് സീക്രട്ടാക്കി വെക്കണം എന്നായിരുന്നു റോക്കി പറഞ്ഞത്. ഡോണി തന്റെ സ്വന്തം പേരെടുക്കാനാണ് ശ്രമിക്കുന്നതെന്നും അച്ഛന്റെ പേരിൽ അവൻ അറിയപ്പെടാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ലെന്നും റോക്കി വ്യക്തമാക്കുകയാണ്. പീറ്റും അപ്പോഴത്തേക്ക് അത് സമ്മതിച്ചു. വൈകാതെ മത്സരം ആരംഭിക്കുന്നു. ആദ്യ റൗണ്ടിൽ ലിയോ ആയിരുന്നു മുന്നിട്ട് നിന്നിരുന്നത്. ലിയോയിൽ നിന്ന് നിരവധി പഞ്ചുകൾ ഡോണിക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ രണ്ടാം റൗണ്ടിൽ റോക്കിയുടെ ഉപദേശങ്ങൾ കൂടി കിട്ടിയതോടെ ഡോണിക്ക് തിരിച്ചടിക്കാനും പോയിന്റുകൾ ഈക്വലാക്കാനും സാധിക്കുന്നു. രണ്ടാം റൗണ്ടിന്റെ അവസാനത്തോടെ ലിയോയ്ക്ക് മേൽക്കൈ നേടുവാൻ ഡോണിക്ക് സാധിക്കുവാണ്. പക്ഷേ ഡോണി വിജയിച്ച കാര്യം പെട്ടെന്ന് തന്നെ വലിയ തോതിൽ പരക്കാൻ തുടങ്ങുന്നു. തന്റെ മകൻ പരാജയപ്പെട്ടതോടെ ഡോണി ആരാണെന്ന വാർത്തയും പീറ്റ് പുറത്തുവിടുകയാണ്. ടിവിയിലും മറ്റും ഡോണി പഴയ അപ്പോളോ ക്രീഡിന്റെ മകനാണ് എന്ന തരത്തിൽ വലിയ തോതിൽ വാർത്ത വരാൻ ആരംഭിക്കുന്നു. ഡോണിയുടെ പെട്ടെന്നുള്ള പ്രസിദ്ധിയും അവന്റെ വിജയവുമൊക്കെ കോൺലാൻഡ് ശ്രദ്ധയിലേക്ക് എത്തുന്നുണ്ട്. കോൺലാൻഡ് മാനേജർ കോൺലാൻഡ് ജയിലിൽ പോകുന്നതിന് മുമ്പുള്ള അവസാന മാച്ച് ഡോണിക്കെതിരെ വെച്ചാലോ എന്ന തരത്തിൽ ആലോചിക്കാൻ തുടങ്ങുന്നു. എന്തായാലും റിക്കി കോൺലാൻഡ് മാനേജർ അങ്ങനെ കോൺലാനും ഒന്നിച്ചുള്ള മാച്ചിന് ചലഞ്ച് ചെയ്തുകൊണ്ട് ഡോണിയെ വന്നു കാണുകയാണ്. റോക്കിയും ആ സമയം അവിടെ ഉണ്ടായിരുന്നു. ആ മാച്ച് കഴിഞ്ഞാൽ റിക്കി പിന്നെ ജയിലിലേക്ക് പോകുവാണെന്നും അതുകൊണ്ട് അവന്റെ കരിയറിന്റെ അവസാനമെന്ന മാച്ചായി റെക്കോർഡ് ചെയ്യപ്പെടാൻ പോകുന്ന മാച്ചാണത് എന്നുമൊക്കെ മാനേജർ വിശദീകരിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ റോക്കി അത് വേണ്ടെന്ന് പറഞ്ഞു. കാര്യം ഡോണി തുടങ്ങിയിട്ടേയുള്ളൂ. റിക്കി കോൺലാൻ ആകട്ടെ ലൈറ്റ് ഹെവി വെയിറ്റ് ചാമ്പ്യനാണ്. അത്രമേൽ എക്സ്പീരിയൻസും മറ്റും അവനുണ്ട്. അവനെ എതിരിടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കൂടുതൽ പ്രാക്ടീസ് ഒക്കെ വേണം. പക്ഷേ ഡോണി റോക്കിയെ കൺവിൻസ് ചെയ്യിക്കാൻ പരമാവധി ശ്രമിക്കുവാണ്. ഒടുവിൽ കഴിഞ്ഞ തവണത്തെ പോലെ മനസ്സില്ലാ മനസ്സോടെയെങ്കിലും ഡോണി പറഞ്ഞതിന് റോക്കി കീഴ്പ്പെടുന്നു. റിക്കി കോൺലാനെതിരെയുള്ള മാച്ച് എന്ന് പറയുമ്പോൾ അതൊരു സാധാരണ മാച്ച് അല്ലല്ലോ. ഡോണിക്ക് നല്ല രീതിയിൽ പരിശീലിക്കേണ്ടി വരികയാണ്. റോക്കി അവന് ശക്തമായ പരിശീലനം കൊടുത്തു. പക്ഷേ കഠിനമായ പരിശീലനം കൊടുക്കും തോറും റോക്കി അവശനാവുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ റോക്കി ഛർദ്ദിക്കുക പോലും ഉണ്ടായി. റോക്കി അങ്ങനെ ആശുപത്രി പോവുകയാണ്. അവിടെ വെച്ച് ഒരു കാര്യം റോക്കി തിരിച്ചറിയുന്നു. റോക്കിക്ക് ക്യാൻസർ ആണ്. റോക്കിയോട് കീമോതെറാപ്പി സെഷൻ അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ ഡോക്ടർ നിർദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ തന്റെ ഈ രോഗാവസ്ഥ രഹസ്യമാക്കി വെക്കണം എന്നായിരുന്നു റോക്കി പറഞ്ഞത്. ഡോണി ഇതൊന്നും അറിയരുതെന്നും അവൻ ഫൈറ്റിൽ ഫോക്കസ് ചെയ്യട്ടെ എന്നും റോക്കി ആഗ്രഹിച്ചിരുന്നു. വീണ്ടും റോക്കി ഡോണിയെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. വീക്കായിരുന്നെങ്കിലും അതിലൊന്നും റോക്കി മുടക്കം വരുത്തിയതേയില്ല. തന്റെ രോഗാവസ്ഥയും ഡോണിയിൽ നിന്ന് റോക്കി മറച്ചുവെക്കുന്നുണ്ട്. പക്ഷെ ഒരു ഘട്ടത്തിൽ റോക്കിയുടെ അവസ്ഥ റോക്കിയുടെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയ ബ്രോഷറിൽ നിന്നും ഡോണി തിരിച്ചറിയുകയാണ്. അതിനെപ്പറ്റി ഡോണി റോക്കിയോട് ചോദിക്കുമ്പോൾ റോക്കി ഒന്നും വിട്ടുപറയുന്നില്ല. ചികിത്സയ്ക്ക് താൻ തയ്യാറല്ല എന്ന് റോക്കി പറയുന്നുമുണ്ട്. ഡോണിയെ അത് അസ്വസ്ഥനാക്കുന്നു. നീ എന്റെ കാര്യമൊന്നും നോക്കണ്ട, നീ എന്റെ ഫാമിലി ഒന്നും അല്ലല്ലോ, നീ ഫൈറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യ് എന്ന് റോക്കി പറഞ്ഞത് ഡോണിയെ ഒരുപാട് ഹർട്ട് ചെയ്യുകയും ചെയ്തു. വിഷമത്തോടെ ഡോണി അന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുവാണ്. അന്ന് അവന്റെ ഗേൾഫ്രണ്ട് ബിയാൻകയ്ക്ക് ഒരു മ്യൂസിക്കൽ പെർഫോമൻസ് ഉണ്ടായിരുന്നു. ദുഃഖിതനായിരുന്ന അവൻ ബിയാൻകയെ കാണുവാൻ അങ്ങോട്ടേക്ക് പോയി. അവിടെ വെച്ചൊരാൾ അവന്റെ അച്ഛന്റെ പേരുകൂട്ടി വിളിച്ച് അവനെ അപമാനിച്ച് സംസാരിച്ചതും ദേഷ്യം വന്നി അവൻ അവിടെ വെച്ചൊരു ഇടി തന്നെ ഉണ്ടാക്കുകയാണ്. റോക്കി പറഞ്ഞതിലുള്ള ദുഃഖവും മറ്റും ആ ഫൈറ്റിൽ അവൻ തീർക്കാൻ ശ്രമിച്ചു. പിന്നെന്തു വേണം? പ്രശ്നത്തിന്റെ പേരിൽ ഡോണി അറസ്റ്റ് ചെയ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിലാകുന്നു. റോക്കി
റോക്കി ആയിരുന്നു അവനെ ജാമ്യത്തിലെടുക്കാൻ വന്നത്. അവനോട് റോക്കി മനസ്സ് തുറന്ന് സംസാരിച്ചു. താൻ ചികിത്സ ചെയ്തോളാം എന്ന് പറയുകയും പ്രശ്നങ്ങളൊക്കെ മറന്ന് അവർ ഒന്നുചേരുകയും ചെയ്യുകയാണ്. ഡോണിക്ക് അവിടെ നിന്നും ബിയാൻകയെ കാണാൻ പോകണമായിരുന്നു. തലേ ദിവസം അവളുടെ മുമ്പിൽ വെച്ച് അവളുടെ മ്യൂസിക്കൽ പെർഫോമൻസ് നടക്കുന്നിടത്താണല്ലോ പ്രശ്നമുണ്ടായത്. ഡോണി ബിയാൻകയെ കണ്ട് ക്ഷമ ചോദിക്കുകയും മറ്റും ചെയ്തെങ്കിലും അവരവരുടെ പ്രശ്നങ്ങൾ അവരവർ തന്നെ തീർക്കണം എന്ന് പറഞ്ഞ് ബിയാൻക ദേഷ്യത്തിൽ ഡോണിയെ പറഞ്ഞുവിടുകയായിരുന്നു ചെയ്തത്. റോക്കി വീണ്ടും ഡോണിയെ ട്രെയിൻ ചെയ്യാൻ ആരംഭിക്കുകയാണ്. മറുവശത്ത് കീമോതെറാപ്പിക്കൊക്കെ റോക്കി പോവുകയും ചെയ്യുന്നുണ്ട്. ഡോണി ശക്തമായി ട്രെയിൻ ചെയ്തു. ടൗണിൽ നിന്നും ഒരുപാട് സപ്പോർട്ടേഴ്സിനെയും അവന് ലഭിക്കുവാണ്. അങ്ങനെ മത്സരത്തിന്റെ പ്രസ് കോൺഫറൻസിനായി ഡോണിയും റോക്കിയും നേരെ ലിവർപൂളിലേക്ക് പോകുന്നു. പ്രസ് കോൺഫറൻസിൽ വെച്ച് ഡോണിയെ കോൺലോൺ കടന്നാക്രമിക്കുന്നുണ്ട്. ഒറ്റ രാത്രിയിലെ സക്സസ് കൊണ്ട് പേര് നേടിയവന അവൻ യഥാർത്ഥ ക്രിയേഡൊന്നുമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവന്റെ അച്ഛനെയും കൂട്ടിയായിരുന്നു കോൺലോൺ അവനെ അപമാനിച്ചത്. ഡോണിക്ക് ദേഷ്യം വന്നെങ്കിലും പ്രശ്നമുണ്ടാകാതെ റോക്കി അവനെ തടഞ്ഞു നിർത്തി. മനഃപൂർവ്വം നീ അവനെ ഇടിക്കാനാണ് കോൺലോൺ ഇത് ചെയ്യുന്നത്, നിന്നെ ദേഷ്യം പിടിപ്പിക്കലാണ് അവന്റെ ലക്ഷ്യം എന്ന് റോക്കി പറഞ്ഞ് മനസ്സിലാക്കി. അന്ന് വൈകിട്ട് റോക്കിയും ഡോണിയും ഇമോഷൻസിനെ പറ്റി സംസാരിച്ചു കൊണ്ടിരുന്നു. ആ സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് ബിയാൻക വന്നെത്തുന്നത്. ദേഷ്യപ്പെട്ട് അവനോട് പിരിഞ്ഞിരുന്ന ബിയാൻകയും ഡോണിയും കാര്യങ്ങൾ സോൾവ് ചെയ്ത് അന്നൊന്നിക്കുകയായിരുന്നു. അടുത്ത ദിവസമായിരുന്നു ഏവരും കാത്തിരുന്ന ആ മാച്ച് സംഭവിക്കുന്നത്. ബിയാൻകയ്ക്കും റോക്കിക്കുമൊപ്പം ഡോണി വേദിയിലേക്ക് എത്തുകയാണ്. അവൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് എത്തുമ്പോൾ അവിടെ മേരിയാൻ ക്രീഡിന്റെ വക ഒരു ഗിഫ്റ്റ് അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവനത് തുറന്നു നോക്കി. അമേരിക്കൻ ഫ്ലാഗിന്റെ നിറത്തിലുള്ള പണ്ടവന്റെ അച്ഛനും അതുപോലെ റോക്കിയും ധരിച്ചിരുന്ന പോലത്തെ ഒരു ബോക്സർ ആയിരുന്നു അത്. നിന്റെ ലെഗസി നീ തന്നെ ക്രിയേറ്റ് ചെയ്യൂ എന്നതിൽ പ്രോത്സാഹനമായി എഴുതുകയും ചെയ്തിരുന്നു. വൈകാതെ മാച്ച് ആരംഭിക്കുകയാണ്. മേരിയാൻ വീട്ടിൽ നിന്നും അത് ടിവിയിൽ കാണുന്നുണ്ടായിരുന്നു. മാച്ച് ആരംഭിച്ചു. വിചാരിച്ച പോലെ അത്ര എളുപ്പമുള്ള മാച്ചായിരുന്നില്ല അത്. കോൺലാൻ ആദ്യഘട്ടത്തിൽ മേൽക്കൈ നേടുകയും ഡോണിയുടെ കണ്ണിനു മുകളിൽ ഒരു മുറിപ്പാട് തീർക്കുകയും ചെയ്യുന്നു. പക്ഷേ ഡോണി തോറ്റ് പിന്മാറുമോ? അവൻ തിരിച്ചടിക്കാൻ ആരംഭിച്ചു. അടുത്ത റൗണ്ടിൽ കോൺമാന്റെ മുഖത്ത് തന്നെ അവൻ ശക്തമായ പ്രഹരം തീർക്കുകയും മുറിപ്പാട് വരുത്തുകയും ചെയ്തു. റൗണ്ടുകൾ താണ്ടി ഫൈറ്റ് തുടർന്നു പോയിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഏഴാമത്തെ റൗണ്ടിൽ വെച്ച് റിക്കി കോൺലാന്റെ ശക്തമായ പ്രഹരമേറ്റ് ഡോണി താഴെ വീഴുകയാണ്. ബോധരഹിതനായ പോലെ കിടന്ന ഡോണിയെ കണ്ട് കോൺലാൻ വിജയം തട്ടഹസിക്കാൻ ആരംഭിച്ചു. പക്ഷേ മയക്കത്തിൽ പെട്ടെന്ന് ഡോണി തന്റെ അച്ഛന്റെ രൂപം മനസ്സിൽ തെളിഞ്ഞു കാണുന്നു. ഉടനടി അവൻ ചാടിയെഴുന്നേൽക്കുകയാണ്. അതോടെ മാച്ച് വീണ്ടും തുടരുന്നു. ശക്തമായ പോരാട്ടം നടന്നു. ഡോണിയുടെ കണ്ണിന് ശക്തമായ പ്രഹരമേറ്റ് ഒരു കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥ പോലും എത്തി. ഡോണി പരാജയം സമ്മതിച്ചില്ല. ബിയാൻക അത് കണ്ട് ഡോണിക്ക് വല്ലതും പറ്റുമോ എന്ന് പേടിച്ച് അലറി വിളിക്കുക പോലും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ മത്സരം തുടർന്ന് 12ാമത്തെ റൗണ്ടിലെത്തി. മത്സരത്തിലെ അവസാനത്തെ റൗണ്ട് ഡോണിയും എതിരാളിയും പഞ്ച് ചെയ്ത് മത്സരിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ശക്തമായൊരു പ്രഹരത്തിലൂടെ ഡോണി തന്റെ എതിരാളി റിക്കി കോൺലാനെ അടിച്ച് താഴെയിടുകയാണ്. പക്ഷേ റഫറി 10 തീരുന്നതിനു മുമ്പേ കോൺലാൻ എഴുന്നേറ്റു വന്നു. അവസാനത്തെ ബെല്ലും മുഴങ്ങി. 12 റൗണ്ടും പൂർണ്ണമായിരിക്കുന്നു. വൈകാതെ പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ വിജയിയെ പ്രഖ്യാപിക്കും. വിജയി പ്രഖ്യാപിക്കപ്പെട്ടു. ചെറിയ പോയിന്റുകളുടെ വ്യത്യാസത്തിൽ വിജയിച്ചത് റിക്കി കോൺലാൻ ആയിരുന്നു. വിജയിച്ച് ബെൽറ്റ് നേടുമ്പോൾ റിക്കി കോൺലാൻ ഡോണിയുടെ അടുത്തേക്ക് വന്നു. അവനെ ചേർത്തു പിടിച്ച് അവന്റെ കഴിവുകളെയും അവന്റെ കഷ്ടപ്പാടിനെയും താൻ അംഗീകരിക്കുന്നു എന്ന് അഭിമാനത്തോടെ പറഞ്ഞു. ആദ്യമായിട്ടായിരുന്നു റിക്കി കോൺലാനെ എതിരാളിയായ ഫൈറ്റർ അത്തരത്തിൽ അടിച്ചിടുന്നതും 12ാം റൗണ്ട് വരെ പിടിച്ചു നിൽക്കുന്നതും. സ്പോർട്ടിംഗ് മാനറിൽ തന്നെ ഡോണി തന്റെ പരാജയം അവിടെ വെച്ച് സമ്മതിക്കുകയാണ്. പിന്നാലെ പ്രോഗ്രാം റിപ്പോർട്ടർ അങ്ങോട്ടേക്ക് വന്ന് ഡോണിയോട് ചോദ്യം ചോദിക്കുന്നു. അച്ഛനിപ്പോൾ ഉണ്ടെങ്കിൽ അച്ഛനോട് എന്തു പറയാനാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ എന്റെ അച്ഛനെ ഒരുപാട് സ്നേഹിക്കുന്നു. അച്ഛൻ തന്നെ മനഃപൂർവ്വം ഉപേക്ഷിച്ചു പോയതല്ല എന്നെനിക്കറിയാം. അച്ഛന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അച്ഛൻ റിങ്ങിൽ ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ടതല്ലെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാകും. തുടർന്നുള്ള ഇന്റർവ്യൂവിൽ റോക്കി തന്റെ ഫാമിലിയാണെന്നും ഡോണി കൂട്ടിച്ചേർക്കുന്നു. അന്ന് HBO കമന്റേറ്റർ ഒരു അനൗൺസ്മെന്റ് കൂടി നടത്തി. റിക്കി കോൺലാൻ ആയിരിക്കും ഈ ഫൈറ്റ് വിജയിച്ചത്. പക്ഷേ ഈ രാത്രിയുടെ താരം അത് അഡോണിസ് ഡോണി ക്രീഡാണ്. കാണികൾ ഡോണിയുടെ പേര് ആർപ്പു വിളിച്ചു. ശേഷം കുറച്ചു നാളുകൾ
നാളുകൾക്ക് ശേഷം രോഗത്തിന്റെ പിടിയിൽ നിന്നും മുക്തനായി വന്നുകൊണ്ടിരുന്ന റോക്കിക്കൊപ്പം ഡോണി ഫിലാഡൽഫിയ മ്യൂസിയത്തിന്റെ 72 സ്റ്റെപ്പുകൾ കയറിക്കൊണ്ടിരുന്നു. റോക്കി സുഖപ്പെട്ട് പൂർണ്ണ ജീവിതത്തിലേക്ക് മടങ്ങിവരും. ഡോണിയും റോക്കിയും കൂടി ഇനി പലതും നേടാനുണ്ട് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ചലച്ചിത്രം അവസാനിക്കുകയാണ്. ക്രീഡ് എന്ന ചലച്ചിത്രത്തിന്റെ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.